ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മറ്റു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, റഹ്മാനായ അല്ലാഹുവേ ഇഷ്ടപ്പെട്ട മഹത്തുക്കളാകുന്ന സഹാബുൽ ബദറിന്റെ ബഹുമാനമാക്കപ്പെട്ട നാമവും വിശുദ്ധ ഖുർആനിലെ ഖൽബുൽ ഖുർആൻ എന്നൊക്കെ അറിയപ്പെട്ട യാസീൻ സൂറത്തടക്കമുള്ള സൂറത്തുകളും ഓതി മലയാളികളും ഓർമ്മപ്പെടുത്തിയതുപോലെ ഇതിനെ സംബന്ധിച്ചുള്ള ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ നമ്മെ ഏൽപ്പിച്ചവരും ഈ സദസ്സിൽ ദുആ ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടെ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ വന്നുകൂടിയ സഹോദര സഹോദരിമാരും നമ്മുടെ മുമ്പിലുള്ളത് വലിയ ആത്മാർത്ഥമായ ദുആയാണ്. ഒരു വിശ്വാസിയുടെ വിജയത്തിന്റെ മാനദണ്ഡവും ദുആ തന്നെയാണ്. അല്ലാഹുവിനോട് എത്രമാത്രം ഒരടിമ ദുആ ചെയ്യുന്നുവോ അവരോടാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടം. ദുആ ചെയ്യാത്ത ആളുകളെ അല്ലാഹു പരിഗണിക്കുകയില്ല എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഖുൽമാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, നബിയെ തങ്ങൾ പ്രഖ്യാപിക്കണം, മാ യഅബഉ ബികും റബ്ബി, എന്റെ രക്ഷിതാവ് പരിഗണിക്കുകയില്ല, കണക്കിലെടുക്കുകയില്ല, ലൗലാ ദുആഉകും, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാത്ത കാലത്തോളം. അടിമകളും ഉടമയാകുന്ന അല്ലാഹുവും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അഖായിദുകളുടെ ഗ്രന്ഥങ്ങളിൽ ഇമാമുമാർ രേഖപ്പെടുത്തിയപ്പോൾ അതിൽ ഒന്നിതാണ്, അടിമകൾക്ക് മനുഷ്യർക്ക് കൂടുതൽ ചോദിക്കുന്നവരോട് സ്വാഭാവികമായും വെറുപ്പായിരിക്കും. അത് വെറുതെ ചോദിക്കണമെന്നില്ല, കടം ചോദിക്കുകയാണെങ്കിൽ പോലും നമുക്ക് പലപ്പോഴായി ചോദിക്കുന്നവരോട് വെറുപ്പാണെങ്കിൽ അല്ലാഹു നേരെ തിരിച്ചാണ്, ചോദിക്കാത്ത ആളുകളോടാണ് അല്ലാഹു തആലക്ക് വെറുപ്പ്. എത്രത്തോളം ഒരടിമ അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുന്നുവോ അതൊരു ഇബാദത്തായി നബി തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. നാം ഇബാദത്ത് ചെയ്യുന്നത് ഇവിടെ ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ മഗ്രിബ് നിസ്കരിച്ചു, ദുനിയാവിലൊന്നും കിട്ടാനല്ല. ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കരിക്കും, അതും ഇവിടെ വെച്ചൊന്നും കിട്ടാനല്ല. ഇങ്ങനെ ധാരാളം ഇബാദത്തുകൾ ഒരു വിശ്വാസി നിർവഹിക്കുമ്പോൾ അതൊന്നും ദുനിയാവിൽ ഒന്നും കിട്ടാനല്ല, ആഖിറത്തിൽ കിട്ടാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ വൽ ഇബാദ, ദുആ എന്ന് പറഞ്ഞാൽ തന്നെ ഇബാദത്താണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ ഒരു ആരാധനയാണ്, ഇബാദത്താണ് ദുആ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ വിഷയമല്ല. കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, എന്നാലും ആഖിറത്തിൽ അതിനെ കിട്ടാതിരിക്കൂല. അപ്പോൾ ഇബാദത്തിന്റെ പരിഗണനയിൽ വരുന്ന ആത്മാർത്ഥമായ ദുആ ഒരു വിശ്വാസി എവിടെയെല്ലാം നിർവഹിക്കുന്നുവോ അവിടെയെല്ലാം ആ മനുഷ്യനിക്ക് വിജയമാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ അശ്ശദാഇദി വൽ ഖുറബി ഫൽയുക്ഫിരി ദുആ ഫി റഖാ. പലപ്പോഴും നമ്മൾ ചെയ്യാത്ത ഒരു സംഗതി എന്ന് പറയാം, മൻ സർറഹു, ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, സന്തോഷത്തോടുകൂടെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ അശ്ശദാഇദി വൽ ഖുറബ, വിഷമങ്ങളും പ്രയാസങ്ങളും ദുരന്തങ്ങളും രോഗങ്ങളും വേദനകളും ദാരിദ്ര്യവും പട്ടിണിയും ഒരു മനുഷ്യനെ പിടികൂടുമ്പോ ആ സമയത്തുള്ള ദുആ സ്വീകരിക്കണമെന്ന് ആർക്കെങ്കിലും പൂതിയുണ്ടോ എങ്കിൽ ആ മനുഷ്യൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത കാലത്ത് ആത്മാർത്ഥമായ പ്രാർത്ഥന മനുഷ്യൻ വർദ്ധിപ്പിക്കുന്നവനാകണം. ഒരു വിഷമമില്ലാത്ത സമയത്ത് നടക്കാത്തവർ സന്തോഷത്തോടുകൂടെ ജീവിക്കുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പലതും ചോദിക്കാത്തവർ, അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു, ആരോഗ്യം പോയി, രോഗത്തിലേക്ക് എത്തി. ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരുമ്പോൾ ആ മനുഷ്യൻ ദ്വാരന്നാൽ അല്ലാഹു സ്വീകരിക്കുന്നതിന് നേരത്തെ ദുആ ചെയ്യാതിരുന്നത് തടസ്സമാണെന്നർത്ഥം. പലപ്പോഴും നമ്മൾ മനസ്സറിഞ്ഞ് ദ്വാരക്കുന്നതും ദുആ സദസ്സുകളിൽ പങ്കെടുക്കുന്നതും ദ്വാരക്കാൽ മറ്റുള്ളവരോട് പറയുന്നതും വിഷമങ്ങൾ പിടികൂടുമ്പോഴാണ്, രോഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. സന്തോഷത്തോടുകൂടെ ജീവിക്കുമ്പോൾ പലപ്പോഴും ആത്മാർത്ഥമായി ദ്വാരക്കുകയോ മറ്റുള്ളവരോട് ദ്വാരക്കണമെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയുകയോ ചിലപ്പോഴൊക്കെ ചെയ്യാതെ പോകുമ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഓർമ്മപ്പെടുത്തുന്നു, പറ്റൂല. നല്ല സന്തോഷത്തിലും പ്രാഹത്തിലും ജീവിക്കുമ്പോൾ ദ്വാരക്കണമെന്നോ അല്ല പറഞ്ഞത്, ആ സമയത്ത് ദുആകൾ വർദ്ധിപ്പിക്കണം. എന്നാൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദ്വാരന്നാൽ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. ദുആ ഇബാദത്തായതുകൊണ്ട് തന്നെ അതിനെ തമാശയാക്കരുത്. ഇന്ന് പലതും തമാശകൾക്ക് വഴിമാറി. എല്ലാത്തിന്റെയും ഗൗരവം നഷ്ടപ്പെട്ടു പോയി. വളരെയേറെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ പോലും തമാശകളും രസങ്ങളും കളികളും ദുനിയാവിന്റെ സന്തോഷങ്ങളും കടന്നുകൂടി. ലക്ഷങ്ങൾ ചെലവഴിച്ചു, പതിനായിരങ്ങൾ ചെലവഴിച്ചു. ഒരു വിശ്വാസി ഹറമിന്റെ വണ്ടിയെത്തിയാൽ പോലും തവാഫിന്റെ വേളകളിൽ ഇഹ്റാമിന്റെ വേഷമണിഞ്ഞ് അവിടെ കഅബയിൽ വലതുഭാഗത്താക്കി പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മഖാമിൽ അല്ലാഹുവിന്റെ ഭൂമി മണ്ണിൽ അവല ബൈത്തി മൗദിഅ ലിന്നാസ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയ അല്ലാഹുവിന്റെ ഭൂമിയിൽ ആദ്യമായി മലക്കുകളുടെ കരങ്ങളാൽ അല്ലാഹു നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടിട്ട് നിർമ്മാണ പ്രവർത്തനം മലക്കുകൾ പൂർത്തിയാക്കി. കാലാന്തരങ്ങളിൽ പല പല പ്രവാചകന്മാരും അതിന്റെ നിർമ്മാണ ചാരുത കൃത്യമാക്കി പൂർത്തിയാക്കിയ ഇന്നും ലോക മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബാലയം, ആ കഅബാലയത്തെ ഇടത് ഭാഗത്താക്കി മഖാമിനോട് തവാഫ് ചെയ്യുമ്പോഴും സെൽഫിയുമായിട്ടാണ്, അഥവാ സ്വന്തം ഫോൺ അത് ഓൺ ചെയ്ത് വീഡിയോ എടുത്ത് അതിങ്ങനെ തന്നെയും ലഭിക്കണം, കഅബയും കുടുങ്ങണം, അങ്ങനെ മഖാമിലൂടെ നടക്കുന്ന വീഡിയോ എടുത്ത് കുടുംബ ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും അയച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ ആ നടക്കത്തെ കുറിച്ച് ആലോചിച്ചാൽ എവിടെയാണ് ആ മനുഷ്യന് മനസാന്നിധ്യത്തോടുകൂടെ അല്ലാഹുവിനോട് ദ്വാരക്കാനും അല്ലെങ്കിൽ മനസാന്നിധ്യത്തോടുകൂടെ ദിക്ർ ചെല്ലാനും കഴിയാം? അവൻ യാന്ത്രികമായി നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ അവന്റെ ശ്രദ്ധ മുഴുവനും തന്റെ സെൽഫി തെറ്റാതിരിക്കാൻ പരമാവധി എന്നെയും കഅബാലയത്തെയും കുടുങ്ങുന്ന ഒരു വീഡിയോ എടുക്കുന്ന താല്പര്യത്തിലാണെങ്കിൽ ഇന്ന് ഏകദേശ ഇബാദത്തുകളിലും പല ദുനിയാവിന്റെ സന്തോഷങ്ങളും തമാശകളും കടന്നുകൂടി. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് കുട്ടികളെ ഉപയോഗപ്പെടുത്തിയുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, എത്രയോ അനുഭവങ്ങൾ പലർക്കുണ്ടാകാം. വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ മദ്രസകളിൽ വന്ന്, അല്ലെങ്കിൽ എത്രയോ മദ്രസകളിൽ വെച്ച് ദ്വാരക്കാൻ മഹത്തുക്കളായ നേതാക്കന്മാർ പോലും ചില ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടായാലും അതുപോലെ തന്നെ പ്രതികൂലമായ കാലാവസ്ഥകൾ ഉണ്ടാകുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളിലും കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികൾ വന്നപ്പോഴൊക്കെ പ്രധാനമായും ഘനപ്പെട്ട ആലിമീങ്ങൾ പോലും നിർദ്ദേശിച്ചത് മദ്രസകളിൽ വെച്ച് ദ്വാരക്കണമെന്നാണ്. ആരാണ് ഈ മദ്രസകളിൽ ആമീൻ പറയാനുള്ളത്? ആയിരക്കണക്കായ ഉസ്താദുമാരില്ല. ഒരു മദ്രസയിൽ, നമ്മുടെ മദ്രസയിൽ 242 മക്കളാണെങ്കിൽ ഉസ്താദുമാർ 5 ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആമീൻ പറയുന്നത് ഈ പിഞ്ചു പൈതങ്ങളാണ്. ഇത്രയും ഘനപ്പെട്ട ആലിമീങ്ങൾ എന്തിനാണ് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മദ്രസയിൽ വെച്ച് ദ്വാരക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നത്? വർഷത്തിൽ 2 ദിവസം മദ്രസയിൽ വെച്ച് പ്രത്യേക പ്രാർത്ഥനാ ദിനമായി, മുഹറത്തിന്റെ ആരംഭത്തിലെ ഞായറാഴ്ച പ്രാർത്ഥനാ ദിനമായി മുഅല്ലിം ഡേയായി ആചരിക്കുന്നു. റബീഉൽ ആഖിറിലെ ആദ്യത്തെ ഞായറാഴ്ച പ്രാർത്ഥനാ ദിനമായി മദ്രസകളിൽ ആചരിക്കുന്നു. അതിന്റെ പുറമെ എല്ലാ ഞായറാഴ്ചകളിലും ഹദ്ദാദ് ഓതിയിട്ട് മദ്രസകളിൽ വെച്ച് ദ്വാരക്കണം. പ്രത്യേകിച്ച് കൊറോണയുടെയൊക്കെ സാഹചര്യത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ നമ്മെ പിടികൂടാതിരിക്കാൻ മദ്രസകളിൽ ഞായറാഴ്ച തോറും ഹദ്ദാദ് ചൊല്ലി കുട്ടികളെ ഉപയോഗപ്പെടുത്തി ദ്വാരക്കണം. കാരണം അവരുടെ ദുആ അല്ലാഹു തട്ടൂല. അവർ കാര്യമായിട്ട് പറയണമെന്നൊന്നുമില്ല. അവർ ചിരിക്കുന്നവരാകാൻ കുറെ കുട്ടികൾ, കളിക്കുന്നവരാകാൻ കുറെ കുട്ടികൾ, ഉസ്താദുമാരുടെ ആവശ്യം പരിഗണിച്ച് മനസ്സറിയാതെ ആമീൻ പറയുന്നവരാകാം. അവർക്ക് ഈ ദ്വാരക്കുന്നതിന്റെ ഗൗരവമൊന്നും അവരറിയൂല. അവർ ഉസ്താദുമാര് എല്ലാവരും ആമീൻ പറയണം എന്ന് പറഞ്ഞപ്പോ ഒരുപക്ഷെ ഓരോ ക്ലാസ്സിലും ഉസ്താദുമാരുണ്ടെങ്കിൽ അവരെ ഭയന്നും അവരെ അംഗീകരിച്ചും അവരാമീൻ പറയും. ക്ലാസ് റൂമുകളിൽ ഉസ്താദുമാരില്ലെങ്കിൽ അവര് കളിക്കുന്നുണ്ടാകും, ചിരിക്കുന്നുണ്ടാകും, ആമീൻ പറയാതിരിക്കുന്നുണ്ടാകും. എന്നിട്ട് പോലും ഇതൊക്കെ അറിയാവുന്ന നേതാക്കന്മാർ മക്കൾ ഉപയോഗപ്പെടുത്തി പ്രയാസഘട്ടങ്ങളിൽ ദ്വാരക്കണമെന്ന് പറയുന്നത് അവരറിഞ്ഞ് പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും കാര്യത്തിലോ തമാശയിലോ അവർ പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ബുഖാരിയിലും പാഠം തന്നെയുണ്ട്, ബാബു ആമീനു അദ്വാ.
ആമീൻ എന്ന് പറയുന്ന ദുആയാണ്. കാരണം ആമീൻ എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. അല്ലാഹുവേ നീ പറഞ്ഞതിനെ നീ സ്വീകരിക്കണേ. മക്കളാരും ദ്വാരക്കുന്നില്ല. ഒരു ഉസ്താദോ അല്ലെങ്കിൽ ധാരാളം ഉസ്താദുമാരോ ദ്വാരക്കുമ്പോ ഈ മക്കൾ മുഴുവനും പറയുന്നത് ആമീൻ ആമീൻ എന്ന് മാത്രമാണ്. എന്നിട്ടും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് മഹത്വക്കളായ നേതാക്കന്മാർ ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ ഇന്നതും തമാശയായി. എല്ലാം സോഷ്യൽ മീഡിയകളിൽ തമാശകൾക്ക് വേണ്ടിയും ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയും ആ ഒരു വല്ലാത്ത സംഭവം പോലും ആളുകൾ തമാശക്ക് വേണ്ടി വഴിമാറ്റിക്കളഞ്ഞു. ഈ വയനാടിന്റെ ദുരന്തം, വെപ്പാടി പ്രദേശത്തെ ദുരന്തം നടക്കുന്നതിന്റെ മുമ്പേ ഇറങ്ങിയ ഒരു വീഡിയോ നമ്മുടെയൊക്കെ വാട്സാപ്പുകളിൽ ഫോണുകളിൽ വൈറലായി നമ്മളൊക്കെ കണ്ടിരുന്നു. ഏതോ ഒരു വീട്ടിലുള്ള ഗൃഹനാഥൻ പുരക്കാരൻ തന്റെ മക്കളോ ജട്ടന്റെയും മനുഷ്യന്റെയും മക്കളോ ഒരുപക്ഷെ തന്റെ മക്കളുടെ കൂട്ടുകാരോ എല്ലാവരെയും 4-5 മക്കളെ തന്റെ വീടിന്റെ അകത്തളത്തിൽ നിലത്തിരുത്തിയിട്ട് ഈ മനുഷ്യൻ വീഡിയോ എടുക്കുകയാണ്. മക്കളോട് അപ്പുറത്തിൽപ്പെട്ട ഒരു മുതിർന്ന കുട്ടി മാറുന്നു. ബാക്കി മുഴുവൻ കുട്ടികളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൗരവത്തോടുകൂടെ ഒന്നുമല്ല, അവർ ചിരിച്ചുകൊണ്ട് ഇരു കൈകളും ഉയർത്തിപ്പിടിച്ച് ആമീൻ ആമീൻ എന്ന ഉറക്കെ ആത്മാർത്ഥമായിട്ടല്ലെങ്കിലും ഉച്ചത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ കുട്ടി ദ്വാരക്കുന്നത്? അല്ലാഹുവേ പഠിച്ചവനെ മഴ കൂടുതലാക്കണേ, ശക്തമായ മഴ പെയ്യണേ, സ്കൂളും മദ്രസയും ഇല്ലാതാകണേ, വയനാട്ടിൽ മഴ കൂടുതലാകണേ, എല്ലാ സ്ഥലത്തും വെള്ളം കൊണ്ട് നിറയണേ, കലക്ടർക്ക് കാഴ്ച ശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണേ, മഴ കാണാനും സ്കൂളും മദ്രസയും ഇല്ല എന്ന് പ്രഖ്യാപിക്കാനും കലക്ടർക്ക് ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ എന്നൊരു കുട്ടി ദ്വാരക്കുമ്പോ മുതിർന്ന ആൾ പലതും നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് ഇടക്കിടക്ക്. അങ്ങനെ ദ്വാരക്ക് ഇങ്ങനെ ദ്വാരക്ക് എന്ന് പറഞ്ഞ് ആ ഒരു ദുആ ഒരു തമാശയായി ഒരു വീഡിയോ ആക്കി വാട്സപ്പുകളിലേക്ക് ഇട്ടിട്ട് അതൊരു വൈറലാക്കാനും അല്ലെങ്കിൽ ഒരു തമാശക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ നമ്മൾ ഓർത്ത് നോക്കണം, ഒരുപക്ഷേ ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചതാകുമോ ഇന്ന് വയനാട് അനുഭവിക്കുന്ന ദുരന്തം. 400ഓളം വീടുകൾ ചൂരൽമലയും മുണ്ടക്കൈ മേപ്പാടിയുടെ പ്രാന്ത പ്രദേശങ്ങളിലെ വില്ലേജിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്ന വീടുകൾ 400 ആണ്. എന്നാൽ രജിസ്ട്രേഷൻ നടത്താത്ത എത്രയോ വീടുകൾ. ഈ 400 ചില്ലറ വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശം ഇന്ന് പോയി നോക്കിയാൽ നേരത്തെ കണ്ടവരല്ലെങ്കിലും അങ്ങനെ ഒരു 400 ചില്ലറ വീടുള്ള ഒരു പ്രദേശമായിരുന്നു എന്ന് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടല്ലോ. ആ സ്ഥലം പോയി നോക്കിയാൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അത് നേർക്ക് നേരെ ഇന്ന് നമ്മൾ കാണുകയാണ്. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ കമാ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദ് മിമ്മാ യഅകുലുൽ അൻആമു വമിമ്മാ യഅകുലുൻ നാസു വൽ അൻആം حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناه حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. ആയത്ത് വിശദീകരിക്കാൻ സമയമില്ല, പക്ഷെ ആയത്തിൽ അല്ലാഹു തആല പറയാണ് ദുനിയാവിന്റെ അവസ്ഥ നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹു വെക്കുക ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ, ദുനിയാവിനെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാണെങ്കിൽ ദുനിയാവിന്റെ നശ്വരതയെ അല്ലാഹു ഓർമ്മപ്പെടുത്താണ്. അത് കമായി ഒരു വെള്ളം പോലെയാണ്. അൻസൽനാഹു മിനസ് സമാ, ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന ഒരു മഴയായിട്ട് നിങ്ങൾ കാണണം, ഒരു മഴ പോലെ. ആ മഴ ഇറങ്ങിയപ്പോ ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ഭൂമിയിലുള്ള സസ്യലതാദികളും മരങ്ങളും ചെടികളും ഈ വെള്ളം കുടിച്ചു കൂടിക്കലർന്നു. മരണപ്പെട്ട് കിടക്കുന്ന ഭൂമി ഹയാത്തായി എന്ന് പറഞ്ഞാൽ പച്ചപ്പാർന്ന ഭൂമിയായി. ഏത് പ്രകാരം? എത്രത്തോളം? ഹത്താ അഖദത്തിൽ അർദു സുഖ്റുഫഹാ, ഭൂമി അതിന്റെ സകലമായ മോടിയും കാണിച്ചു നിൽക്കുകയാണ്. അതിന്റെ പ്രൗഢിയും പ്രതാപവും അതിന്റെ സകലമായ സൗന്ദര്യവും അത് പ്രദർശിപ്പിക്കാൻ തുടങ്ങി. മഴ പെയ്താൽ പ്രത്യേകിച്ച് ചായത്തോട്ടമുള്ള പ്രദേശം പോയി നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് വരാൻ തോന്നില്ല.
കാരണം വിശാലമായി ചെരിഞ്ഞു കിടക്കുന്ന കുന്നിൻ പുറങ്ങളിൽ ചെറിയ ചെറിയ കുറ്റിച്ചെടികളായി പരന്നു കിടക്കുന്ന എസ്റ്റേറ്റ് മേഖല, തേയിലത്തോട്ടം. മഴ പെയ്യലോടുകൂടെ ചെറിയ നല്ല പച്ചയല്ലാത്ത ഒരിളം പച്ച കളറുള്ള ഇലകൾ അതിന് കിളിർത്ത് വന്നിട്ടുണ്ടാകും. ആ ഒരു രംഗം കണ്ടാൽ ഒരു മനുഷ്യനിക്ക് കണ്ടെടുക്കാൻ കഴിയില്ല. അത്രക്ക് സൗന്ദര്യദായകമായ സാഹചര്യം. ഭൂമി അതിന്റെ സകലമായ സൗന്ദര്യവും മോടിയും പ്രദർശിപ്പിച്ചു. എത്രത്തോളം إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها. ഇനി നമുക്ക് എന്തും ചെയ്യാൻ അതിന്റെ ഉടമകൾക്ക് തോന്നിയ സമയം നമുക്ക് എന്തും ആക്കാം. ഇഷ്ടംപോലെ ആളുകൾ പല നാടുകളിൽ നിന്നും വരാൻ തുടങ്ങി ആസ്വദിക്കാൻ വേണ്ടി. ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അതിന്റെ അടിവാരത്തിലൂടെ ചെറിയ ചെറിയ കളകളാരവം മുഴക്കി ഒഴുകുന്ന കുഞ്ഞു അരുവികളുണ്ട്. അത് ഭയങ്കര സൗന്ദര്യമാണ്. സ്വർഗത്തിന്റെ വിശേഷണം പറയുന്നിടത്ത് പോലും അല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹുവിനനുസരിച്ച് ജീവിച്ച ആളുകൾക്കുണ്ട് ജന്നാത്തുൽ, ചില സ്വർഗങ്ങളിലെ ചില തോട്ടങ്ങളുണ്ട്. ആ തോട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ തോട്ടങ്ങളുടെ അടിവാരങ്ങളിലൂടെ കുഞ്ഞു കുഞ്ഞു അരുവികൾ ഒഴുകുന്നുണ്ട്. സ്വർഗ സമാനമായ ഒരു ആസ്വാദന രംഗമാണ് ചായത്തോട്ടത്തിന്റെ അടിഭാഗത്തുകൂടെ ഒഴുകുന്ന കുഞ്ഞു കുഞ്ഞു അരുവികൾ. മുണ്ടക്കൈ, ചുവടൽമല, മേപ്പാടി പ്രദേശങ്ങളിൽ ഇത് നമ്മൾ കണ്ടവരാണ്. പോയവർ, വിദേശത്ത് നിന്ന് വരുന്നവർ, ഒഴിവുവേളകൾ കിട്ടുന്നവർ, കുടുംബസമേതം വയനാടൻ മേഖലകളിലേക്ക് ആസ്വാദനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഫാമിലിയായി ടൂർ പോയവർ, ഈ മേഖലകളിൽ പോയി ഫോട്ടോ എടുത്തവർ, വീഡിയോ എടുത്തവർ, കണ്ടാസ്വദിച്ചിട്ട് ഇനിയും വരണമെന്ന താല്പര്യത്തിൽ തിരിച്ചു പോകുന്നവർ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു അരുവികൾ അതിന്റെ അടിവാരത്തിലൂടെ ഒഴുകുന്നു. ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഭൂ ഉടമകൾക്ക് തോന്നി, ഇനി നമുക്ക് എന്തും ചെയ്യാം. ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങോട്ട് വരുന്ന സ്ഥിതിക്ക് ധാരാളം റിസോർട്ടുകളും അവർക്ക് താമസ സൗകര്യങ്ങളും അവർക്ക് ആസ്വദിക്കുവാനും അവർക്ക് കൂത്താടുവാനും പര്യാപ്തമായി സൗകര്യങ്ങൾ ഒരുക്കിയാൽ നമുക്ക് വാരിക്കൂട്ടാം. അല്ലാഹ് പറയാ, ഇനി നമുക്ക് എന്ത് ചെയ്യണോ എന്നതിന്റെ ഉടമകൾക്ക് തോന്നുന്ന സമയം അപ്പോഴായിരിക്കും നമ്മളുടെ ഒരു കൽപ്പന വരുന്നത്. ലൈലൻ, ഒരുപക്ഷേ രാത്രിയായിരിക്കാം. മനുഷ്യർ കടന്നുറങ്ങുമ്പോ അല്ലെങ്കിൽ ആളുകൾ ധൃതി പിടിച്ച പണിക്കടയിൽ പകൽ സമയത്ത് പ്രവർത്തിക്കുമ്പോഴായിരിക്കാം നാം ആ ഭൂമിയോട് എല്ലാറ്റിനെയും അടിച്ചു കൊണ്ടുപോകണമെന്നുള്ള ഒരു കൽപ്പന നാം പുറപ്പെടുവിക്കുന്നത്. അതോടുകൂടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അങ്ങനെ ഒരു നാട് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാളുകൾ പറയും. നേരത്തെ കണ്ടവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ നേരത്തെ വന്ന് ഫോട്ടോയിൽ എടുത്ത സ്ഥലമായിരുന്നു. ആര് പറയുന്നു? അവിടെ പോയി നോക്കിയാൽ 400 വീട് പോയിട്ട് 40 വീടുകൾ പോലും കേടുപാടുകൾ സംഭവിക്കാതെ അവിടെ കാണുന്നില്ല. സ്കൂളും മദ്രസയും പള്ളിയും കാണാനില്ല. അമ്പലവും ചർച്ചും അവിടെയില്ല. ചായത്തോട്ടമില്ല, ഒന്നുമില്ല. ഇവിടെ കടൽ പരന്ന് കിടക്കുന്ന ഒരു കടലിന് സമാനമായി ഭീമാകാരങ്ങളായ കല്ലും മരങ്ങളും മണ്ണും ഒഴുകി വന്നിട്ട് പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമായി മാറി. ഇങ്ങനെ ഒരു സ്ഥലം ഇന്നലെ വരെ ഇവിടെ ഇല്ലായിരുന്നു എന്നാളുകൾ പറയുന്നിടത്തിലേക്ക് കാര്യങ്ങൾ എണ്ണപ്പെട്ട ആളുകൾ മാത്രം ബാക്കിയായി. സ്കൂളുകളിലെയും മദ്രസകളിലെയും ചില രേഖകൾ, കിട്ടാവുന്ന രേഖകൾ പരിശോധിച്ചിട്ട് കുട്ടികളുടെ കണക്കെടുത്തു. അല്ലാതെ കണക്ക് കൊടുക്കാൻ ഇവിടെ ആരുമില്ല. ആ വീട്ടിൽ ഇത്ര ആളുണ്ടായിരുന്നു പറയാൻ കഴിയുന്നത് തൊട്ടടുത്ത അയൽക്കാരനാ. പറഞ്ഞു കൊടുക്കേണ്ട അയൽക്കാരനും മണ്ണിൽ ഒലിച്ചു പോയി. പിന്നെ ആര് പറയും? അത്യാവശ്യം ദൂരത്തുള്ള കുടുംബക്കാർക്കൊന്നും ഒരു വീട്ടിലുള്ള ആളുകളുടെ എണ്ണം പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. കുട്ടികളുടെ എണ്ണം ആർക്കും അറിയൂല. കണക്ക് കിട്ടാൻ വേണ്ടി ചില രേഖകൾ എവിടുന്നൊക്കെയോ തപ്പിയെടുക്കാൻ കിട്ടാവുന്നത് കിട്ടി. കുട്ടികളുടെ എണ്ണമൊക്കെ പരിശോധിച്ച് 100 ചില്ലറ കുട്ടികളുണ്ടായിരുന്ന മദ്രസയിൽ ഇപ്പോൾ പോകാനുള്ളത് 20 ചില്ലറ കുഞ്ഞുങ്ങൾ മാത്രം. ബാക്കി 80 മക്കളെ കാണുന്നില്ല. കുറെ കുഞ്ഞുങ്ങളുടെ ശരീരം ലഭിച്ചു, കുറെ കുഞ്ഞുങ്ങളുടെ ശരീരം കിട്ടാതെ പോയി. ഇപ്പോഴും എത്രയോ മണ്ണിനടിയിലായി, കടലിലേക്കോ എങ്ങോട്ടോ ഒഴുകിപ്പോയി. അവസാനമായി ദ്രുതകർമ്മ സേനയും ദുരിതാശ്വാസ പ്രവർത്തകന്മാരും സർക്കാരിന്റെ സമ്മതപ്രകാരം തെരച്ചിൽ വരെ അവസാനിപ്പിച്ചു. കാരണം ഇപ്പോൾ ദിവസങ്ങളും മണിക്കൂറുകളും തെരഞ്ഞാൽ
ചില തൊലികൾ മാത്രം കിട്ടുന്നു. മനുഷ്യന്റെ തോല് ചില മൃഗങ്ങളെ അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ തൊലി പൊളിച്ചൊരു ഭാഗത്ത് കൂട്ടിയിടാറുണ്ട്. നമ്മുടെ കോഹിൽ കലർത്താൽ ഇറച്ചിയും എല്ലും നമ്മൾ വെട്ടിയെടുക്കും, തോല് കൂട്ടിയിടും. ഇതുപോലെ മനുഷ്യന്റെ തൊലി മാത്രം ഇറച്ചിയും എല്ലും എന്തൊക്കെയോ ആയിപ്പോയി, എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്ന ബെഡ്ഷീറ്റുകൾക്ക് സമാനമായി വേലികൾക്കിടയിലും കല്ലുകൾക്കിടയിൽ നിന്നും തൊലികൾ മാത്രം വലിച്ചെടുക്കുന്ന ദയനീയമായ രംഗങ്ങൾ ഇന്ന് നമ്മൾ കാണുമ്പോ ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ ഇത്തരം സംഭവങ്ങൾ ധാരാളമാണ്. ഇന്ന് ഒരു മണിക്കൂർ മുമ്പേ ഏകദേശം ഒരു കുളകരത്താഴ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു. ആ നിശ്ചയം കഴിഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കെ ഒരു ഫോൺ വന്നു. ഈ പറയപ്പെട്ട വയനാട് എന്ന ജില്ലയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. നാളെ 19-ാം തീയതി ഒരു കേസുണ്ട്. ആരായി കേസിന്റെ ആളുകൾ? വീട്ടിലുള്ളവരാണ്. ഭാര്യയും ഭർത്താവും അമ്മോശനും പുതിയാപ്പിളയും തമ്മിലുണ്ടായ ഒരു വിഷയത്തിൽ മാസങ്ങളായി നിലനിൽക്കുന്ന കേസ് നാളത്തെ 19-ാം തീയതിത്തെ കേസോടുകൂടെ പിൻവലിക്കാൻ നേരത്തെ ധാരണയിലെത്തിയവർ ഇന്നലെ രാത്രി തീരുമാനിച്ചു, ഒരു ടീമും പിൻവലിക്കുന്നില്ല, വീട്ടിൽ കൊണ്ടുപോകാം. പിൻവലിക്കണമെന്ന് ധാരണയിലെത്തിയ ഒരു വിഭാഗം ഇന്നലത്തെ രാത്രിയോടുകൂടെ മാറി, ഇല്ല ഇനിയും പോട്ടെ, അങ്ങനെ പിൻവലിക്കേണ്ടതില്ല. ഈ സംഭവം നടന്നപ്പോ ഒരു രേഖ കിട്ടിയിരുന്നു, ഒരു കടലാസ് കിട്ടിയിരുന്നു. ഒരുപാട് പെട്ടികളും പാക്കറ്റുകളും കിട്ടിയപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പട്ടാളക്കാരും ചിലതൊക്കെ കുത്തി തുറന്നു നോക്കിയപ്പോ പണമുണ്ട്, പൊന്നുണ്ട്, രേഖകളുണ്ട്. അക്കൂട്ടത്തിൽ ഒരു വക്കീൽ നോട്ടീസും കണ്ടു. സ്വന്തം അയൽക്കാരനുമായി അതിര് തർക്കത്തിലേർപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു കുടുംബം, അതാരാണെന്ന് വ്യക്തമാകാതിരിക്കാൻ ആ പേരിന്റെ ഭാഗങ്ങളിലൊക്കെ ചുവന്ന മഷി കൊണ്ട് വരഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് കൊടുത്തത് ഏത് ജാതിയാണ്, മുസ്ലിമീങ്ങളാണോ അമുസ്ലിമീങ്ങളാണോ, ആണാണോ പെണ്ണാണോ എന്ന് തിരിയൂല. ആ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരുകളിൽ മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കണ്ട എന്ന് കരുതി ഇതിന്റെ ഫോട്ടോ എടുത്ത കൂട്ടർ ചെയ്ത ഒരു സുഹൃതമാണത്. ആ പേരുകൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെന്ന് ആള് തിരിയൂല. നമ്മളൊക്കെ അത് വായിച്ചു. അതിന്റെ തർക്കത്തിന്റെ പേരിൽ ഒരു ചാൺ മണ്ണിന് വേണ്ടിയിട്ട് സ്വന്തം അയൽക്കാരനുമായി കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഡയറി കുറിപ്പാണ്, ഒരു വക്കീൽ നോട്ടീസാണ് ഒരു പെട്ടിയിൽ നിന്ന് പട്ടാളക്കാർക്ക് കിട്ടിയതെങ്കിൽ എന്ത് കേസ്, എന്ത് സ്ഥലം, എന്നതിൽ ഇപ്പോൾ അവിടെ അതിലുണ്ടോ? മുണ്ടക്കൈ എന്ന് പറയുന്ന നാടുണ്ടോ? സർക്കാർ പോലും ടൗൺഷിപ്പ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്താ ടൗൺഷിപ്പ്? അങ്ങനെ ഒരു നാട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞവർക്ക് ഇനി വിവിധ സ്ഥലങ്ങളിൽ വിവിധ വീടുകൾ എടുത്ത് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ പ്രയാസമില്ലാതാക്കാൻ ഒരു ടൗൺഷിപ്പ് പദ്ധതി, പുതിയൊരു മുണ്ടക്കൈ മറ്റൊരു നാട്ടിൽ സൃഷ്ടിക്കുക, ഏക്കർ കണക്കിന് സ്ഥലം കണ്ടെത്തുക, എന്നിട്ട് മുണ്ടക്കൈ എന്ന പേരിട്ടുകൊണ്ട് നേരത്തെ ബാക്കിയിരിക്കുന്ന ആളുകളെ മുഴുവനും അവിടെ വീട് കെട്ടി പാർപ്പിച്ച് ഹോസ്പിറ്റലും സ്കൂളും മദ്രസയും പള്ളിയും അമ്പലവും ചർച്ചും ഒരു മുണ്ടക്കൈ പുതിയതുണ്ടാക്കാൻ സർക്കാർ പോലും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നാട് ഇന്ന് അതില്ലാത്തതുപോലെയായി പോയി. അവിടത്തെ കേസ് അവിടെ പോയി. അല്ലാഹു ചിന്തിക്കുന്ന മനുഷ്യന്മാരെ പാടേണ്ടിയിൽ ആർക്ക് പാടും? നാളത്തെ 19-ാം തീയതി കോടതിയിലേക്ക് പോകും. അത് പിൻവലിക്കണമെന്ന് തീരുമാനിച്ച ഒരു ടീം വേണ്ടാതെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാ മനുഷ്യന്മാർക്ക് ബോധമുണ്ടാകുന്നത്? സ്വന്തം ശരീരത്തിൽ തീ പിടിക്കുന്നത് വരെ ആർക്കും ബോധം വരില്ല എന്നീ സംഭവങ്ങളൊക്കെ മനുഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുക. ഇത്രയും ദുനിയാവുള്ളൂ. അത് അങ്ങനെ തന്നെയാ പറഞ്ഞത്. മക്കളെ, ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാ, കെട്ടിപ്പൂട്ടി വെച്ചതെല്ലാം ഒരു ഉറക്കത്തിൽ തീർന്നു പോകാനുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മനുഷ്യന് വേണ്ടത് ആത്മാർത്ഥമായി റബ്ബിലേക്ക് പോകാനുള്ള നല്ലൊരു മനസ്സുണ്ടാക്കിയെടുക്കലാണ്. അല്ലാഹു പറഞ്ഞതല്ലേ, മനുഷ്യന്മാരെ സമ്പത്തൊന്നും മക്കളെ കൊണ്ടൊന്നും കഴിച്ചിലാവൂല. നല്ല മനസ്സോടുകൂടെ ആരെങ്കിലും ഇവിടെ വന്നോ ഒരിക്കലും രക്ഷപ്പെടാൻ. അസൂയയില്ലാത്ത, പകയില്ലാത്ത, പോയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത ഒരു മനസ്സോടുകൂടെ ആർക്കെങ്കിലും മരണം നൽകാൻ കഴിഞ്ഞോ അവർക്ക് ഇവിടെ രക്ഷപ്പെടാമെന്ന് അസന്നിഗ്ധമായി പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുശുമ്പിന്റെയും വാശിയുടെയും വിട്ടുവീഴ്ചയില്ലാത്തതിന്റെയും മനസ്സുകളായി ജീവിച്ച് ഏതോ ഒരു രാത്രി ദുരന്തത്തിൽപ്പെട്ടോ ഏതോ ഒരു പകലിൽ അല്ലാഹുവിനെ വിളിക്കുത്തരം ചെയ്തോ നമ്മൾ പോയാൽ മരണമില്ലാത്ത ലോകത്ത് നമ്മുടെ അവസ്ഥ എന്ത്? ഇത് ചിന്തിക്കാൻ ഇത്തരം സംഭവങ്ങൾ എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധത്തിലേക്ക് മനുഷ്യന്മാരെത്തുന്നില്ല. ഇമാമുമാർ പറയുന്നുണ്ട് ചില മസ്തലുകൾ പറയാനാണ് ഈ വിഷയം പറഞ്ഞത്. ചില കാര്യങ്ങൾ കാര്യമാണ്, എന്നാൽ ചില തമാശ കാര്യമാണ്. മഹാന്മാർ പറയാം കാര്യം കാര്യമാണ്, പക്ഷെ പിന്നെ പറഞ്ഞത് എന്നാൽ ചില തമാശ കാര്യമാണ്. അത് എഴുതുന്നത് ഒന്ന് നിക്കാഹാണ്. നിക്കാഹ് തമാശയായിട്ട് ചെയ്താലും കാര്യമാവും. ഉസ്താദും മദ്രസയിലെ 4 ഉസ്താദുമാരും പുരയിൽ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ പുരക്കാരൻ 5 വയസ്സുള്ള മോളെ തന്റെ മടിയിലേക്ക് എടുത്തിട്ട് ചോദിക്കാണ്, ഉസ്താദെ എന്റെ അയച്ചൂട്ടി നിങ്ങൾ കെട്ടുന്ന ഒരു തമാശയാണത്, എന്റെ അയച്ചൂട്ടി നിങ്ങൾ കെട്ടുന്നോ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാ എന്റെ അയച്ചൂട്ടിന അല്ലെ എന്റെയും ഫാത്തിമ മോള ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സ്വീകരിച്ച്. ഇത് തമാശയാണ്. 5 വയസ്സുള്ള മോളെ കെട്ടിച്ചെന്നല്ല. ഇത് കേൾക്കാൻ 2 സാക്ഷികളുടെ 2 സാക്ഷികളെ കൊണ്ട് ഞങ്ങൾ 5 ആളുണ്ട്. ഇത് നിക്കാഹായി എന്നാണ്. ഇതാണ് ചില തമാശ കാര്യം. തമാശയിൽ ഒരാൾ തൊലാക്കിൽ പെണ്ണുങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതാ, അല്ലെങ്കിൽ തമാശയായിട്ട് പറഞ്ഞതാ. എന്നാൽ മഹാന്മാർ പറയുന്നു ആ തമാശയിലാണെങ്കിലും പേടിപ്പിക്കാനാണെങ്കിലും ആ തൊലാക്ക് സാധുവാകും, സംഭവിക്കും. അത് ഞാൻ വെറുതെ പറഞ്ഞു കാര്യമില്ല, തൊലാക്ക് സംഭവിച്ചു പോയി. ഇതുപോലെ തസൂഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം മക്കളെ ചില തമാശ കാര്യമാവും. വെറുതെ പറഞ്ഞിരിക്കും, അള്ളാഹു ഒന്ന് സ്വീകരിക്കും. അതേത് നേരത്തെ അത് പറയാൻ പറ്റൂല. നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ ഒരു ഉസ്താദിനുണ്ടായ അനുഭവം അയാൾ കരഞ്ഞോണ്ട് വന്നത്. അദ്ദേഹത്തിന്റെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി 2 കൈകളും നഷ്ടപ്പെട്ടിട്ട് കരണ്ട് പിടിച്ചിട്ട് 2 കൈകളും വിച്ഛേദിക്കപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഈ ഉസ്താദ് കാണാൻ പോയതാണ്. ആ ഉമ്മ, ഈ കുട്ടിയുടെ ഉമ്മ ഈ മോനിക്ക് ഇങ്ങനെ ഭക്ഷണം കോരി കൊടുക്കുന്നുണ്ട്, വാരി കൊടുക്കുന്നുണ്ട്. 2 കൈകളും മുറിക്കപ്പെട്ടിട്ട് ആ കുട്ടിയുടെ ഛേദിക്കപ്പെട്ട കൈയിന്റെ ഭാഗം ബാൻഡേജിലേക്ക് ഇങ്ങനെ കിടക്കാണ്. ഉസ്താദിനെ കാണലോട് ഉമ്മ കരഞ്ഞു. തട്ടം കൊണ്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് വിക്കി പറഞ്ഞു, ഉസ്താദേ, എന്റെ മോന്റെ 2 കൈകളും നഷ്ടപ്പെട്ടതിനേക്കാളും എന്റെ മനസ്സിൽ വിഷമുണ്ടാക്കുന്ന ഒരു വർത്താനം എന്നാൽ പറഞ്ഞാൽ നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇമ്മാക്ക് പറയാൻ കഴിയുന്നില്ല. ഇത് പറയുമ്പോ ഉസ്താദിനോട് പോലും കരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ഉസ്താദേ, എന്റെ മോന് ഭയങ്കര ബേക്കറി സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പം ആരും വാങ്ങിക്കൊണ്ടതാണെങ്കിലും വേറെ ആൾ വിരുന്നാൻ കൊണ്ടതാണെങ്കിലും എവിടെ വെച്ചാൽ ഇവനെ കണ്ടുപിടിച്ചിരുന്നാലും തലേ ദിവസം വാങ്ങിക്കൊണ്ടുവന്ന വിവിധ ബേക്കറി ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് കുറച്ച് വിരുന്നാൻ വരുന്നപ്പോ എന്റെ മനസ്സിലുണ്ട്, ചായ വെക്കുമ്പോ ഒരു അഡ്വാൻസ് കടിയുണ്ടല്ലോ, സാരയില്ല അവർക്ക് കൊടുക്കാം. ആ പ്രതീക്ഷയിലാണ് ഞാൻ ചായ വെച്ചത്. ചായ തിളക്കി ഏകദേശം ആയപ്പം ഞാൻ ബേക്കറി സാധനം എടുക്കാൻ വേണ്ടി സാധാരണ വെക്കുന്ന സ്ഥലത്ത് പോയപ്പോ ഒന്നുമില്ല. ഈ പറയപ്പെട്ട ഈ വികൃതി ചങ്ങായി എല്ലാം എടുത്തുകൊണ്ടേക്കളി പല സമയത്തായിട്ട് കൊണ്ടേക്ക് കഴിക്കും. തിന്ന മാത്രമല്ല അവിടെ നിർത്തിയിട്ട് മാറ്റിയും ഒരിക്കൽ മാറ്റിയാക്കുന്നത്. അങ്ങനെ ബേക്കറി കളറാണ്, ഭയങ്കര ഇഷ്ടമാണ്, കൊണ്ടാണ് ചെയ്യുന്നത്. വല്ലാത്ത വിഷമായി പോയി. വിരുന്നുകാർക്ക് ചായ വാർന്നിട്ട് ആ ബേക്കറി എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഇല്ലാലോ, വല്ലാത്ത വിഷമായി. ഞാന് അന്നേരം എന്നോടൊക്കെ പറഞ്ഞു, ഇന്ന 2 കൈയും ഇല്ലാണ്ടായാലല്ലാണ്ട് ഇവിടെ ഒരു സാധനം ബാക്കിയാവില്ല. അത് പറഞ്ഞതൊന്നല്ലോ ഉസ്താദേ പ്രശ്നം. ഇന്നലെ പോലെ എന്നോട് ചോദിക്കാം, എനിക്ക് ഒരേ ബേക്കറി ബാക്കിയാവൂലേ? പറയും നമ്മളോട് കരഞ്ഞു പോകാം. ആ മലർന്ന് കിടന്നിട്ട് ആ മോൻ ഉമ്മാനോട് ചോദിക്കുക, ഉമ്മ എനിക്ക് ഒരേ ബേക്കറി ബാക്കിയാവൂലേ? സഹിക്കുന്നില്ല ഉസ്താദേ ആ വർത്താനം. ഒരു പക്ഷേ എന്റെ വാക്ക് അള്ളാഹു സ്വീകരിച്ചതാകുമോ? എന്റെ മോന്റെ 2 കൈയും പോയത്. മക്കളെ ചില നേരത്തെ തമാശക്കാരിയായി ആ മക്കളെ കൊണ്ട് ഇവർ പക്ഷേ തമാശയായിരിക്കാം വീഡിയോ എടുത്തത്. മക്കളെ കൊണ്ട് ദ്വാരപ്പിച്ചത് മാമിയും പറഞ്ഞത് വെറുതെ ഇരിക്കാം. ഒരിക്കലും
കാര്യത്തിലൊന്നല്ല. സ്കൂളിൽ ചാണ്ടാണ്ടിക്കും വേണ്ടിയിട്ടൊന്നുമില്ല. വെറുതെ തമാശ. കാരണം ഇടക്കിടക്ക് കലക്ടർ പ്രഖ്യാപിക്കുന്നു, അതിന് തമാശ ആക്കിയതാണ്. പക്ഷേ ചില നേരത്തെ തമാശ കാര്യം ഖുർആനിൽ എത്രയോ സംഭവങ്ങൾ ഇതിന് വിശ്വാസികൾക്ക് ഉപോത്പലകമേകുന്നതായിട്ടുണ്ട്. സുലൈഖ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് ചെറിയൊരു വിഷയം ഉണ്ടായത് സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ടല്ലോ. അവിടെ സുലൈഖയുടെ വീട്ടിലെ അടിമച്ചക്കനാണ് സത്യത്തിൽ യൂസുഫ് നബി. നബിയൊന്നുമല്ല, ചെറുപ്പക്കാരനായ കുട്ടിയാണ്. ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. രണ്ട് സഹോദരന്മാരെ കൊണ്ടുപോയി വിറ്റതായിരുന്നല്ലോ. ഏതായിരുന്നാലും ഒരു മന്ത്രി പൂങ്കവൻ ഈ യൂസുഫാകുന്ന കുഞ്ഞുമോനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് യൂസുഫ് നല്ല ചെറുപ്പക്കാരനായപ്പോ യൂസുഫ് നബിക്കാണെങ്കിൽ അല്ലാഹു മഹാ സൗന്ദര്യം കൊടുത്തല്ലോ. സുലൈഖ ബീവിക്ക് എന്തെന്നില്ലാത്ത അനുരാഗവും സ്നേഹവും കൂടി. അവസാനം ഒരു സംഭവമൊക്കെ നടന്നതും യൂസുഫ് നബിയുടെ പിന്നാലെ ഓടിയതും വാതിൽ തുറന്ന് ഓടാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ വാതിലൊക്കെ കൂട്ടിയിട്ട് രംഗങ്ങൾ ഉണ്ടാവുകയും ആ കമീസ് വലിച്ച് കീറിയതും ഭർത്താവ് കണ്ടതും ഒക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ സംഭവത്തോടുകൂടെ ഇത് നാട്ടിലാകെ പാട്ടായി. സുലൈഖ ബീവി ആകെ വിഷമത്തിലായി. അങ്ങനെ നാട്ടുകാരുടെ പെണ്ണുങ്ങളെല്ലാം വിളിച്ചു വെച്ചിട്ട് അവർക്കൊക്കെ മൂർച്ചയുള്ള കത്തിയും ഒരു പഴവും കൊടുത്തിട്ട് ഇരുത്തി അത് മുറിച്ചു തിന്നാൻ ആവശ്യപ്പെട്ട് നല്ല മൊഞ്ചാക്കി നിർത്തിയ യൂസുഫിനെ അവർക്കിടയിലൂടെ നടത്തിയപ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട നേരത്തെ കളിയാക്കി പെണ്ണുങ്ങൾ മുഴുവൻ തങ്ങളുടെ കയ്യിലുള്ള ആ പഴം മുറിച്ചതിന് ശേഷം അറിയാതെ സൂറത്ത് യൂസുഫിൽ കാണാം, ആ പെണ്ണുങ്ങൾ മുറിച്ചുപോയി ഐദിയഹുന്ന, അവരുടെ കയ്യിലുള്ള വിരല് മുറിഞ്ഞ രംഗം അവർ അറിഞ്ഞില്ല. യൂസുഫിന്റെ നബിയുടെ സൗന്ദര്യത്തിൽ അവര് മയങ്ങിയിട്ട് അവരുടെ വിരലറ്റ് പോയത് പോലും അവർ അറിഞ്ഞില്ല. ഈ സംഭവം കൂടെ കഴിഞ്ഞപ്പം സുലൈഖ ബീവി ഒന്നുകൂടെ ഒരു വാശിയായി മാറി. രണ്ട് കവിതാക്കൾ പരസ്പരം സ്നേഹിച്ച് അങ്ങേയറ്റത്തെ സ്നേഹത്തിനിടയിൽ പെണ്ണ് മാറുകയാണെങ്കിൽ, ഞാൻ മറ്റൊരു വിവാഹം നോക്കുകയാണ് എന്ന് പറഞ്ഞ് ഒഴിവാണെങ്കിൽ, ഇത്രയും കാലം കരളായിരുന്ന ജീവന്റെ ഭാഗമായിരുന്ന ഈ പെണ്ണ് ഏറ്റവും വലിയ ശത്രുവായി മാറും. അവിടെയാണ് അവളെ കൊല്ലാൻ അവൻ ഒരുങ്ങുന്നത്. അവൾക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായ മനുഷ്യൻ അവളെ ഇല്ലാതാക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തി. വാശി കൂടിയതാണ്. ഇതുപോലെ സുലൈഖ ബീവിക്ക് യൂസുഫിനോട് ദേഷ്യായി. ഇത്രയും പെണ്ണുങ്ങൾ ഒരു തവണ കാണുമ്പോഴേക്ക് അവരുടെ വിരല് മുറിച്ചത് പോലും അറിയാതെ അവർ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കൊല്ലങ്ങളായി കഴിഞ്ഞുകൊള്ളുന്ന ഈ മനുഷ്യനെ എനിക്ക് കിട്ടൂലോ, എന്നാന്ന് നോക്കാലോ. അവസാനം പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുന്നില്ലെങ്കിൽ ജയിലിൽ അടക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും സംഗതികൾ ഉണ്ടാക്കിയിട്ട്, കാരണം സുലൈഖ ബീവിക്ക് അത് കഴിയും, കാരണം മന്ത്രിയുടെ ഭാര്യയാണ്, വിചാരിച്ചാൽ നടക്കും. അങ്ങനെ പറഞ്ഞു. ആ സാഹചര്യത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, റബ്ബിസ്സിജിനു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി. ആ വാക്കാണ് 12 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നത് തഫ്സീറിൽ കാണാം. യൂസുഫ് നബി അവിടെ പറഞ്ഞു, നീ ക്ഷണിക്കുന്ന കാര്യത്തിന് ഞാൻ അംഗീകരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ജയിലിൽ പോയി കിടക്കലാണ്. യൂസുഫ് നബി പറയാ, റബ്ബി, എന്റെ പടച്ചോനെ, അസ്സിജിനു അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം ജയിലിൽ കിടക്കലാണ്. മിമ്മാ യദഊനനി ഇലൈഹി, ഞാൻ ക്ഷണിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ വൃത്തികേട്, അത് ചെയ്യുന്നതിനേക്കാളും നിനക്ക് നല്ലത് ജയിലിൽ കിടക്കല എന്ന ഒരു വാക്ക് അള്ളാഹു സ്വീകരിച്ചു. 12 കൊല്ലമാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ കിടന്നു. 12 കൊല്ലം. ഇവിടെ തഫ്സീറുകളിൽ കാണാം, അവിടെ എങ്ങാനും യൂസുഫാകുന്നത് നബിയൊന്നല്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞിരുന്നെങ്കിൽ, പടച്ചോനെ, സുലൈഖയുടെ ചതിയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ. യൂസുഫ് നബിക്ക് പദവി വേണ്ടു, സുലൈഖയുടെ ചതിയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതല്ലാഹു സ്വീകരിച്ച് രക്ഷപ്പെടുത്തും. പക്ഷെ അങ്ങനെ പറയുന്നതിനപ്പുറത്ത് അതിനേക്കാൾ നല്ല ജയിലിൽ പോയി കിടക്കലാന്ന് പറഞ്ഞു. അന്ന് സ്വീകരിച്ചു. എന്നാ കടന്നോ? 12 കൊല്ലം കടന്നു. ചില നേരത്തെ സംസാരങ്ങൾ മഹാന്മാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയെ കാണാൻ പോയി. നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കണം, നമ്മളൊക്കെ പറയുന്ന വർത്താനം, നമ്മളൊക്കെ പല രോഗികളും പറയുന്നൊരു വർത്താനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികളെ കാണാൻ പോയാൽ, ഇപ്പൊ 4ാം ക്ലാസ്സിലെ ഒരു പാഠത്തിന്റെ പേര് തന്നെയാണ്. 4 മക്കളുടെ ഒരു പറയും ലാ ബഅസ തഹൂറുന്ന ഒരു പാഠത്തിന്റെ പേര്. നബി തങ്ങൾ രോഗികളെ കാണാൻ പോയാൽ പറഞ്ഞൊരു വർത്താനം, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. അതിന് നേർക്കൊരു അർത്ഥം അല്ല വെക്കുക, പിന്നെ അതിന്റെ സാങ്കേതിക അർത്ഥമാണ്. അന്ന് സാരികളോ
സുഖമായിക്കോളൂ. നബി ആരെ കാണാൻ പോയ അങ്ങനെ പറയും. എത്ര കടുപ്പുള്ള രോഗമാണെങ്കിലും മരിക്കും നബിക്ക് ഉറപ്പുണ്ടെങ്കിൽ പറയും രോഗിക്ക് ഒരു സമാധാനത്തിന് പറയും സാരികളോ അതൊക്കെ വിചാരിച്ചാൽ മാറും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി. ദഖല അലാ റജുലി യഊദുഹു ഫഖാല ലാ ബഅസതഹു ഇൻഷാഅല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, സാരയില്ല, ആകാംക്ഷ സ്വഭാവം മാറും എന്ന് പറഞ്ഞു. ഫഖാല അബി മനുഷ്യൻ പറഞ്ഞ, ഏയ് കല്ല ബൽ ഹത്താ തഖു അലാ ശൈഖിൻ കബീർ കൈമാ തുദിയഹുൽ ഖുബൂർ. ഈ സൂക്കടന്റെ ഖബറിൽ എത്തിച്ചിട്ടേ ആളുള്ളൂ. നബി എങ്ങനെ പറയുന്നില്ല, കല്ല അപ്പറം പോലെന്നല്ല, അങ്ങനെ മാറുന്ന സൂക്കടന്നല്ല ഇത് എന്നെ ഖബറിൽ എത്തിച്ചിട്ടേ ആളുള്ളൂ. ചില ആളുകൾ പറയുന്നത് ഈ സൂക്കട എന്നെ കൊണ്ടങ്ങ് പോകുന്ന തോന്നുന്നത്. ചില ആളുകൾ വേറെന്താലും പറയും അത് വിചാരിച്ചാലും. എന്നാലും എന്റെ മനസ്സ് പറയുന്നത് ഇത് എന്നെ കൊണ്ടങ്ങ് പോകുന്ന സൂക്കടാണ്. ഇത് നാടൻ വർത്താനായിട്ട് നമ്മൾ പറയുന്നത്. ഇതേ നാടൻ വർത്താനാണ് ഈ സ്വഹാബി പറഞ്ഞത്. പനി എന്നാണ് ഉമ്മാന്നാ പറയുന്നത്. ഉമ്മ തന്നെ പനിയാണ്. ഇപ്പനി എന്റെ ഖബറിൽ എത്തിച്ചിട്ടല്ലാതെ മാറൂല നബിയേന്ന് പറഞ്ഞു. ആ വാക്ക് അല്ലാഹു സ്വീകരിച്ചു. ഹദീസിന്റെ ബാക്കിയിൽ കാണാം, ആ സുഹൃത്തിൽ ആ സ്വഹാബി കുടുംബം പോലും വിചാരിക്കാതെ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങി പോവുകയാണ്. അന്നേരത്തെ വാക്ക് അന്ന് സ്വീകരിച്ചു. ഇതാണ് ചില നേരത്തെ വെറുതെ വർത്താനം അത് അങ്ങനെ സ്പോട്ടിൽ കബൂലായി പോയി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനതയോട് പറഞ്ഞു, വേണോ നിങ്ങൾ ഈ പറയാൻ പോലെ കേൾക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് വരും. അള്ളാഹിന്റെ അദാബ് വരുന്നിട്ടൊന്നല്ല, ഓല് പറഞ്ഞ് പഴത്തിനാമിമാത്തൈതുന എന്നാ പിന്നെ ഒന്ന് കാണാലോ എന്നാ വെർത്തേനാണ്. നൂഹ് നബിയോട് എതിർത്തിട്ട് ഒരിക്കലും മനസ്സറിഞ്ഞിട്ട് അദാബ് കാണാൻ വേണ്ടിയോ വാശിക്ക് വേണ്ടി പറഞ്ഞതല്ല. ഫഖ്തിനാബിമാത്തൈതുന എന്നാ പിന്നെ വെർത്തെ നമുക്കൊന്ന് കാണാലോ എന്നാണ്. ആ ഒരൊറ്റ വാക്കാണ് 6 മാസം ഒരു പ്രദേശം മാത്രമല്ല, നൂഹ് നബി പ്രബോധനം ചെയ്ത മേഖല മാത്രമല്ല, ലോകം മുഴുവനും വെള്ളത്തിലായിരുന്നു. തഫ്സീറുകളിൽ കാണാം ആ ഒരൊറ്റ വാക്ക്. എന്നാ പിന്നെ വേറെ നമുക്കൊന്ന് കാണാലോ എന്നൊരു പ്രവാചകന്റെ മുഖത്ത് നോക്കി ഒരു ജനതയിൽപ്പെട്ട കുറഞ്ഞ ആളുകൾ പറഞ്ഞപ്പോ അസ്പോട്ടിൽ അല്ലാഹു സ്വീകരിച്ചു. 6 മാസക്കാലം ജൂദി പർവ്വതത്തിന്റെ ശിഖരത്തിൽ കപ്പൽ നങ്കൂരം ഇടുന്നത് വരെ 6 മാസം ലോകം വെള്ളത്തിലാണ്. അവര് വർത്താൻ പറഞ്ഞുകൂടാ, എന്നാ പിന്നെ അത് കാണട്ടെ, അതങ്ങ് സ്വീകരിച്ചു. ഇതാണ് മഹാന്മാർ പറയുന്നത്, മക്കളെ ചില നേരത്തെ തമാശ കാര്യമായി പോയെ, അതുകൊണ്ട് നല്ലോണം പേടിക്കണം. വാക്കിനെ മനുഷ്യർ നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഏതോ ഒരു നേരുണ്ട്, അല്ലാഹു തആല നേരത്തെ എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന. ഇത് നബിതങ്ങൾ പറഞ്ഞതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച രാവ് മുതൽ തുടങ്ങും, വെള്ളിയാഴ്ച പകലസ്തമിക്കുന്ന സമയം വരെ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖില വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ തഗ്ഫിറു ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. വെള്ളിയാഴ്ച രാവ് ആയ പിന്നെ മൂപ്പര പരിപാടി വെള്ളിയാഴ്ച അസ്തമിക്കുന്നത് വരെ പറയും. ഒരു നേരം വെറുതെ കുലിതിങ്ങനെ പാടും. കാരണം നബി പറഞ്ഞിക്കെല്ലാം വെള്ളിയാഴ്ച ഒരു നേരം, ആ നേരത്തെ ഒരാൾ അറിഞ്ഞു പറഞ്ഞാലും അറിയാണ്ട് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കുന്നു. എന്താ ഇതിനർത്ഥം? പഠിച്ചവനെ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖില, സ്വർഗ്ഗത്തിനൊന്നും നീ അബൂബക്കർ അർഹനല്ല. അതിന് നിന്റെ തമിഴൊന്നുമില്ല, സ്വർഗ്ഗം ഇല്ല, പിന്നെ കിട്ട നരക വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. പഠിച്ചവനെ ആ കത്തിയെരിയുന്ന നരകത്തിന്റെ ചൂട് സഹിക്കാൻ എന്നെ കൊണ്ടാവുകയില്ല. അതുകൊണ്ട് ഫഹബിലി തൗബതൻ ഫഗ്ഫിറു ദുനൂബി, എന്റെ ദോഷങ്ങളൊക്കെ നീ പൊറുത്ത് എനിക്ക് നീ തൗബ ചെയ്ത് ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി, തൗബ ചെയ്ത മനുഷ്യന്റെ പാപം നീ പുറത്തു കൊടുക്കുന്നവരല്ലേ. അതുകൊണ്ട് ഈ സാധുവായ അബൂബക്കറിന്റെ ദോഷം പൊറുത്തുന്ന് എന്നെ ഇങ്ങ് ഏറ്റെടുക്കണേ റബ്ബേന്ന് വെള്ളിയാഴ്ച രാവായാൽ മഗ്രിബ് മുതൽ വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്രിബ് വരെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഏതോ ഒരു നേരം ഉണ്ടെന്നല്ലോ, ആ നേരത്തെ എന്റെ ഭർത്താവ് ഒത്താല് നബി പറഞ്ഞ അറിഞ്ഞു പറഞ്ഞാലും അറിയാണ്ട് പറഞ്ഞാലും എടോ ചിന്തിച്ചിട്ട് വൈകില്ലാലും ആ സമയത്ത് ഒത്താൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചൊല്ലാറുണ്ടായിരുന്നുവെങ്കിൽ തമാശകൾക്ക് അതിർവരമ്പ് നിർണയിക്കേണ്ട സാഹചര്യം എത്രയോ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. പക്ഷെ ഇന്ന തമാശകൾ കൂടി വരും. എല്ലാ തമാശകൾക്കും വഴിമാറി. അതുകൊണ്ട് കൂടിക്കണം.
തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനും നമ്മുടെ മക്കൾക്ക് അവസരോചിതമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവരെ കൂടെ നന്മയുടെ തീരങ്ങളിലേക്ക് ക്ഷണിക്കുന്നവരാകുന്നവരല്ലാതെ അവരെ കൂടെ മോശപ്പെട്ടതിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ മോശപ്പെട്ട സംഗതികൾക്ക് തമാശകൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്നവരായി അവർ മാറുന്നതിലേക്ക് മുതിർന്നവർ പ്രോത്സാഹനപ്പെടുത്താത്ത വിധം അവരെ കൂടെ ബോധവൽക്കരിക്കേണ്ട നമ്മൾക്കാണ് ആദ്യമായി ബോധം വരേണ്ടത്. റഹ്മാനായ നന്മ നിറഞ്ഞ ബോധത്തെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുവാനാവട്ടെ.